സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഇന്ന് ഉച്ചയോടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്ന് ധനവകുപ്പ്. ശമ്പളം ലഭിച്ചില്ലെങ്കിൽ ഇന്നു മുതൽ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കാനാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. മുഴുവൻ ജീവനക്കാർക്കും ശമ്പളം ലഭിക്കും വരെ സമരം തുടരുമെന്നാണ് പ്രഖ്യാപനം. ജീവനക്കാരെ ബലിയാടാക്കി സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ അനുവദിക്കില്ലെന്ന് കൺവീനർ ഇർഷാദ് MS 24-നോട് പറഞ്ഞു. സലിം മാലിക് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ടെലിഫോൺ ലൈനിൽ. സലിം, ഇന്ന് ഉച്ചയോടെയാണ് ശമ്പളം കിട്ടുമെന്ന് ധനവകുപ്പ് വിശദീകരിക്കുന്നത്. പക്ഷേ അതിൽ എന്തെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടോ എന്ന് നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ എന്താണ്? അപ്പോൾ ഒപ്പം തന്നെ ഈ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ അവർ സമരം കടുപ്പിക്കുന്നുമുണ്ടല്ലോ. പ്രജിൻ, ഇന്ന് ഉച്ചയോടെ ഈ സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളം വന്നു തുടങ്ങും എന്നാണ് സർക്കാർ ധനവകുപ്പ് അറിയിക്കുന്നത്. പക്ഷേ അത് എത്ര കണ്ട് നടപ്പാവുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം പ്രധാനമായും സർക്കാർ ഇപ്പോൾ നേരിടുന്ന ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് അത് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടേത് മാത്രമല്ല. ഈ പണം, നിലവിൽ സർക്കാരിന്റെ പക്കലുള്ള പണം അത് ജീവനക്കാരുടെ പക്കലേക്ക് എത്തിച്ചാൽ ട്രഷറി അക്കൗണ്ടിലെ പണം ഉണ്ട്. ആ പണം ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും. ഈ ഓവർ ഡ്രാഫ്റ്റ് പ്രതിസന്ധി നിയന്ത്രിക്കുന്നതിനായി സർക്കാർ ട്രഷറിയിൽ തന്നെ പണം നിലനിർത്താനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ശമ്പളം മുടങ്ങിയത് എന്ന നിലയിലൊരു ആക്ഷേപമുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലയിലാണെങ്കിൽ ഇന്നും നാളെയും ഒന്നും ഈ ശമ്പള പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം വലിയ വിവാദമായതോടുകൂടി, സർക്കാരിന് തന്നെ വലിയ നാണക്കേടായതോടുകൂടി സർക്കാർ വളരെ വേഗത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട്. പക്ഷേ ഈ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സമരവുമായി തന്നെ രംഗത്ത് പോവുകയും ചെയ്യുന്നുണ്ട്. തങ്ങൾ ഇപ്പോൾ തന്നെ സമരം ചെയ്തില്ലെങ്കിൽ KSRTC ജീവനക്കാരുടെ അവസ്ഥയാവും തങ്ങൾക്ക് എന്നുള്ളതാണ് സെക്രട്ടറി ആക്ഷൻ കൗൺസിൽ വിശദീകരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഇന്നു മുതൽ തന്നെ ഉപവാസ സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളിലേക്ക് കൂടി ഈ സംഘടന കടക്കുകയാണ്. നിലവിൽ ഈ പണങ്ങൾ ശമ്പളം ട്രഷറി അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയാലും അത് എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ബാങ്ക് അക്കൗണ്ടിൽ വരിക എന്നുള്ളതല്ല ജീവനക്കാരുടെ ആവശ്യം. ബാങ്ക് അക്കൗണ്ടിൽ വന്ന ശേഷം അത് വിനിയോഗിക്കാനുള്ള അവകാശം ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിൽ ഈ പ്രതിസന്ധിക്കിടയിൽ തന്നെ ബജറ്റ് തയ്യാറാക്കിയ ധനവകുപ്പിലെ ജീവനക്കാർക്ക് ഇന്ന് മന്ത്രി ഒരു വിരുന്നുകൂടി തയ്യാറാക്കുന്നുണ്ട്. അതിന്റെ ഉത്തരവ് 24-ന് ലഭിച്ചിട്ടുണ്ട്. ആ നിലയിൽ വലിയ വിവാദമായി തന്നെ ഈ ശമ്പള പ്രതിസന്ധി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പ്രജിൻ, ശരി. സലിം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും കടുത്ത പ്രതിസന്ധിയിലേക്ക് സംസ്ഥാന സർക്കാർ വരുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളമാണ് ഇപ്പോൾ ദിവസങ്ങളായി മുടങ്ങിയിരിക്കുന്ന അവസ്ഥയുള്ളത്. സമരം കടുപ്പിക്കാനാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. ഇന്ന് നിരാഹാര സത്യാഗ്രഹം ഉൾപ്പെടെ ആരംഭിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള പ്രതികരണമാണ് കൺവീനർ ഇർഷാദ് MS നടത്തിയത്. ആ പ്രതികരണത്തിലേക്ക്. സർക്കാരിൻ്റെ അത്തരത്തിലുള്ള ഒരു നീക്കവും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് KSRTC ജീവനക്കാരൻ്റെ അവസ്ഥയിലേക്ക് സർക്കാർ ജീവനക്കാരനെ തള്ളിയിടുക എന്നതാണോ ഈ സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ഞങ്ങളുടെ ആശങ്ക ഏതാണ്? സർക്കാർ ജീവനക്കാരനെ അത്തരത്തിലൊരു ആശങ്കയ്ക്കും വകയില്ലാതെ കൃത്യസമയത്ത് നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന ഷെഡ്യൂൾ പ്രകാരം ശമ്പളം നൽകണമെന്നുള്ളതാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിൻ്റെ ആവശ്യം. സർക്കാരിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദി ഒരിക്കലും ജീവനക്കാരല്ല. ജീവനക്കാരെ ബലിയാടാക്കിക്കൊണ്ട് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള നീക്കം അംഗീകരിക്കാൻ കഴിയില്ല.